നമസ്കാരം, ഞാൻ റഫ്ന. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഖാലിദ് ബിൻ ഹമദ് എൻഡ്യൂറൻസ് റേസിന് ബഹ്റൈൻ ഇന്റർനാഷണൽ എൻഡ്യൂറൻസ് വില്ലേജിൽ തുടക്കം. സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർത്തൃത്വത്തിലാണ് റേസ് നടന്നത്. ബഹ്റൈൻ റോയൽ ഇക്വസ്ട്രിയൻ ആൻഡ് എൻഡ്യൂറൻസ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന പ്രാദേശിക അന്തർദേശീയ യോഗ്യതാ മത്സരങ്ങളാണിത്. 120 കിലോമീറ്റർ, 100 കിലോമീറ്റർ അന്താരാഷ്ട്ര റേസുകളും 100 കിലോമീറ്റർ, 80 കിലോമീറ്റർ, 40 കിലോമീറ്റർ എന്നീ പ്രാദേശിക മത്സരങ്ങളും വെള്ളിയാഴ്ച നടന്നു. പ്രൈവറ്റ് സ്റ്റാബിളുകൾ 120 കിലോമീറ്റർ ഓട്ടം ശനിയാഴ്ച നടന്നു. തുടർന്ന് ആദ്യ 3 വിജയികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങും നടന്നു. വെറ്റിനറി പരിശോധന, കുതിര രജിസ്ട്രേഷൻ, റൈഡർമാരുടെ പരിശോധന എന്നിവയും അനുബന്ധമായി നടന്നു. കാലിഫോർണിയയിൽ പടർന്നു പിടിച്ച കാട്ടുതീയെ തുടർന്ന് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് യാത്രകൾ റദ്ദാക്കി. സിംഗപ്പൂർ, ബഹ്റൈൻ, ജർമ്മനി എന്നിവിടങ്ങളിലേക്കുള്ള തന്റെ യാത്രകളാണ് റദ്ദാക്കിയതായി വൈറ്റ് ഹൌസ് അറിയിച്ചത്. പ്രസിഡന്റ് ജോർജ് ബൈഡനും യാത്രകൾ റദ്ദാക്കിയ തീരുമാനമെടുത്തതിനു ശേഷം വൈറ്റ് ഹൌസ് വ്യാഴാഴ്ച അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്ററല്ല, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താനിരുന്ന ബൈഡൻ ഇറ്റലിയിലേക്കുള്ള യാത്രയും റദ്ദാക്കി. IYCC ബഹ്റൈൻ മുഹറക് ഏരിയ കമ്മിറ്റി പ്രതിവർഷം നടത്താറുള്ള നിറക്കൂട്ട് ചിത്രരചന കളറിംഗ് മത്സരം സീസൺ 6 മുഹറക് ലുലുവിൽ വെച്ച് നടന്നു. ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. 3 വിഭാഗങ്ങളിലായിട്ടായിരുന്നു മത്സരം നടത്തിയത്. സബ് ജൂനിയർ വിഭാഗത്തിൽ ആദിഷ് എ രാഗേഷ്, ആർദ്ര രാഗേഷ്, മിൻഹ ഫാത്തിമ മജീദ് എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ജൂനിയർ വിഭാഗത്തിൽ നേഹ ജഗദീഷ്, തേജസ്വിനി നാഥ്, ശ്രീഹരി സന്തോഷ് എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾക്കും സീനിയർ വിഭാഗത്തിൽ ദേവന പ്രവീൺ, അനന്യ ഷെരീഫ് കുമാർ, ഗോപിക ഭാരതി രാജൻ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾക്കും അർഹരായി. ജീന നിയാസ്, നിജു ജോയ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്ത് അധ്യക്ഷത വഹിച്ച സമ്മാനദാന ചടങ്ങ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് IYCC ബഹ്റൈൻ ദേശീയ ഏരിയ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മുൻ ഭാരവാഹികൾ എന്നിവർ സമ്മാനവും സർട്ടിഫിക്കറ്റുകളും നൽകി. പരിപാടികൾക്ക് അനസ് റഹീം, രതീഷ് രവി, ഷിഹാബ് കറുകപ്പുത്തൂർ, റിയാസ്, മുബീന മൻഷീർ, ബാഹിറ അനസ്, ഷീന നൌസൽ എന്നിവർ നേതൃത്വം നൽകി. ഏരിയ സെക്രട്ടറി നൂർ മുഹമ്മദ് സ്വാഗതവും അൻഷാദ് റഹീം നന്ദിയും പറഞ്ഞു. MCOM ആൻഡ് PG ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷനിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സഹദ് അബ്ദുൽ സലീമിനെ മൈത്രി ബഹ്റൈൻ അനുമോദിച്ചു. വാർഷിക പൊതുയോഗത്തിൽ വെച്ച് മൈത്രി രക്ഷാധികാരി കൂടിയായ സെയ്ദ് റമദാൻ നദ്വി മൊമന്റോ നൽകി. ചടങ്ങിൽ മൈത്രി പ്രസിഡന്റ് നൌഷാദ് മന്നപ്പാറ അധ്യക്ഷത വഹിച്ചു. മൈത്രി ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് സലീം തയ്യലിന്റെ മകനാണ് സഹദ്. മൈത്രി ജോയിന്റ് സെക്രട്ടറി സക്കീർ ഹുസൈൻ, ചീഫ് കോർഡിനേറ്റർ നവാസ് കുണ്ടറ, ചാരിറ്റി കൺവീനർ ഷിബു ബഷീർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനസ് കരുനാഗപ്പള്ളി, ഷാജഹാൻ അൻവർ ശൂരനാട്, രാജബുദ്ദീൻ ഷാജഹാൻ, ദൻജീബ് സലാം, ഷിജു ഏഴംകുളം, ഷെഫീഖ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു. മൈത്രി ജനറൽ സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതവും മൈത്രി ട്രഷറർ അബ്ദുൽ ബാരി നന്ദിയും പറഞ്ഞു. OICC ബഹ്റൈൻ തൃശൂർ ജില്ലാ കമ്മിറ്റി റിപ്പബ്ലിക് ദിനത്തിൽ ഫാമിലി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. OICC ബഹ്റൈൻ തൃശൂർ ജില്ലാ കമ്മിറ്റി തുടർച്ചയായി 2ാം വർഷവും ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യ ചരിത്രത്തെ ആസ്പദമാക്കി ജനുവരി 31-ന് സിംസ് ഗുഡ്വിൻ ഹാളിൽ വെച്ച് ഫാമിലി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് വിജയികൾക്കുള്ള സമ്മാനദാനം നൽകും. ജനതയിൽ ഇന്ത്യയുടെ ചരിത്രാവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്ന ക്വിസ് മത്സരം ബഹ്റൈനിലെ പ്രമുഖ ക്വിസ് മാസ്റ്റർ അനീഷ് നിർമ്മലൻ നിയന്ത്രിക്കും. പരിപാടിയിലേക്ക് ഏവരുടെയും പങ്കാളിത്തവും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നതായി OICC തൃശൂർ ജില്ലാ പ്രസിഡന്റ് PT ജോസഫ്, വൈസ് പ്രസിഡന്റ് സിൻഡോ ഡേവിസ്, ബെന്നി പാലയൂർ, ജനറൽ സെക്രട്ടറി ജോയി MD, ട്രഷറർ ജോയ്സൺ, സെക്രട്ടറി ജെയ്സൺ മണ്ണളി, ജോയിന്റ് സെക്രട്ടറി ബഷീർ എന്നിവർ അറിയിച്ചു. മത്സരാർത്ഥികൾ വാട്സ്ആപ്പ് വഴി രജിസ്ട്രേഷനായി 37 27 71 44, 36 34 26 57 എന്ന നമ്പറുകളിലേക്ക് ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം വനിതാ വേദി അവതരിപ്പിക്കുന്ന വൗമോം പരിപാടിയുടെ ഉദ്ഘാടനം ശോഭന ജോർജ് നിർവഹിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം വനിതാ വേദി അവതരിപ്പിക്കുന്ന വൗമോം പരിപാടിയുടെ ഉദ്ഘാടനം
ഉദ്ഘാടന കർമ്മം ജനുവരി 9 മുൻ MLA-യും ഔഷധി ചെയർപേഴ്സണുമായ ശ്രീമതി ശോഭന ജോർജ് നിർവഹിച്ചു. മോഹിനി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ, ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ, വനിതാവേദി സെക്രട്ടറി ജയ രവികുമാർ, വിജിന സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടിയോടൊപ്പം വൗമോ മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ടാലന്റ് ഡേ, സിനിമാറ്റിക് ഡാൻസ് റൗണ്ട്, ഫാമിലി ഡേ, അമ്മയും കുഞ്ഞും സംഭാഷണം, ഫാഷൻ റൗണ്ട്, ചോദ്യോത്തരം എന്നിവയാണ് മത്സര ഇനങ്ങൾ. സിനി ആർട്ടിസ്റ്റ് ഗായത്രി അരുൺ വിജയികളെ കിരീടമണിയിക്കും. BMC ന്യൂസിൽ ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് സ്വാഗതം. ഭാവഗായകന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് P. ജയചന്ദ്രൻ പാടിയ നിന്റെ പൂങ്കാവനത്തിൽ ഒരു പുഷ്പശലഭമായി എന്ന പാട്ട് പാടിക്കൊണ്ട് ഇഷ്ടഗായകന്റെ ചിത്രം പൂർത്തീകരിച്ച് പ്രവാസിയായ അജയ ഘോഷ്. എറണാകുളം വൈപ്പിൻ സ്വദേശിയായ അജയ ഘോഷ് 17 വർഷമായി ബഹ്റൈനിൽ ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്നു. അജയ ഘോഷ് നല്ലൊരു ചിത്രകാരനും ഗായകനുമാണ്. ബഹ്റൈനിലെ ഒട്ടുമിക്ക വേദികളിലും പാടിയിട്ടുള്ള അജയ ഘോഷ് നിരവധി പാട്ടുമത്സരങ്ങളിലും പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട്. പുതിയ പാട്ടുകാർ പുതിയ പാട്ടിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ക്ലാസിക് കോഡ്സ് എന്ന ട്രൂപ്പ് ഇവർക്കുണ്ട്. ഭാവഗായകന്റെ ഗാനങ്ങൾ ഉൾപ്പെടെ ക്ലാസിക് പാട്ടുകളാണ് ഇവരുടെ ഒത്തുചേരലിന് ഈണം നൽകുന്നത്. മലയാളത്തിന്റെ പാട്ടുകളുടെ വരികളിൽ അലിഞ്ഞു പാടാൻ കഴിയുന്നത് ജയചന്ദ്രന് മാത്രമേ പറ്റൂവെന്ന് അജയ ഘോഷ് പറയുന്നു. ഓരോ ഗാനത്തിന്റെയും ഭാവം ഉൾക്കൊണ്ട് പാടാൻ കഴിയുന്ന പാട്ടുകാരൻ, മനുഷ്യസ്നേഹി, ഇതൊക്കെയാണ് ജയചന്ദ്രൻ എന്ന പാട്ടുകാരനെ വ്യത്യസ്തനാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ വേദികളിലും ജയചന്ദ്രന്റെ പാട്ടുകൾ പാടാറുണ്ട്. അതിൽ ഏറെ ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ ഉണ്ട് മലയാള ഭാഷയിൽ. നിൻ മണിയറയിൽ, കരിമുകിൽ കാട്ടിലെ, മാമ്പൂ വിരിയും രാവുകളിൽ തുടങ്ങിയവയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഭാവഗായകന്റെ പാട്ടുകൾ വരികളിലൂടെ എന്നും ജീവിക്കും. ഇന്ത്യൻ സ്കൂളിൽ വിശ്വ ഹിന്ദി ദിവസ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ ദീപം തെളിയിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ VR പളനിസ്വാമി, സീനിയർ സ്കൂൾ ആൻഡ് അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, മിഡിൽ സെഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ്, പ്രധാന അധ്യാപകർ, വകുപ്പ് മേധാവികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഹിന്ദി വകുപ്പ് സംഘടിപ്പിച്ച പരിപാടി ദേശീയ ഗാനത്തോടെ ആരംഭിച്ചു. തുടർന്ന് സ്കൂൾ പ്രാർത്ഥനയും നടന്നു. ഷാഹിദ് കമർ വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിച്ചു. 2 ഘട്ടങ്ങളിലായി നടന്ന മത്സരങ്ങളുടെ സമാപന വേളയിൽ ജാനകി സജികുമാർ സ്വാഗതം ആശംസിച്ചു.
ആദ്യഘട്ടത്തിൽ ഡിസംബറിൽ ഇന്റർ സ്കൂൾ മത്സരങ്ങൾ നടന്നിരുന്നു. ഇന്റർ സ്കൂൾ മത്സരങ്ങളിൽ ന്യൂ മില്ലേനിയം സ്കൂൾ, ഏഷ്യൻ സ്കൂൾ, ന്യൂ ഇന്ത്യൻ സ്കൂൾ, ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ, ന്യൂ ഹൊറൈസൺ സ്കൂൾ, ഇബ്ൻ അൽ ഹൈത്തം ഇസ്ലാമിക് സ്കൂൾ എന്നിവയുൾപ്പെടെ വിവിധ CBSE സ്കൂളുകൾ ഇന്ത്യൻ സ്കൂളിനൊപ്പം പങ്കെടുത്തു. പരിപാടിയിൽ വൈവിധ്യമാർന്ന ദേശഭക്തി ഗാനങ്ങൾ, നാടോടി നൃത്തങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. ഹിന്ദി കവിതാ പാരായണം, ഹിന്ദി ദോഹ പാരായണം, ഹിന്ദി സോളോ ഗാനം തുടങ്ങിയ വിഭാഗങ്ങളിലെ ഒന്നാം സമ്മാന ജേതാക്കൾ ഇനങ്ങൾ അവതരിപ്പിച്ചു. വിജയികളുടെ പേരുകൾ വകുപ്പ് മേധാവി ബാബു ഖാൻ പ്രഖ്യാപിച്ചു. രഞ്ജിനി മോഹൻ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. ഇഷാൻ മിസ്ട്രി നന്ദി പറഞ്ഞു. മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിഹാസ ശബ്ദം കൊണ്ട് അനുഗ്രഹീതമായ ജീവിതമായിരുന്നു ജയചന്ദ്രന്റേതെന്ന് അദ്ദേഹം അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. വ്യത്യസ്ത ഭാഷകളിലായി അദ്ദേഹം ആലപിച്ച ഗാനങ്ങൾ വരും തലമുറകളുടെ ഹൃദയങ്ങളെയും സ്പർശിക്കും. ജയചന്ദ്രന്റെ വിയോഗത്തിൽ ദുഃഖമുണ്ടെന്നും കുടുംബത്തിന്റെയും ആരാധകരുടെയും വിഷമത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ P. ജയചന്ദ്രൻ വിവിധ ഭാഷകളിലായി 16,000-ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരവും 5 തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും പിന്നണി ഗായകനുള്ള തമിഴ്നാട് സർക്കാർ പുരസ്കാരവും നേടിയിട്ടുണ്ട്. 2021 കേരള സർക്കാരിന്റെ JD ഡാനിയൽ പുരസ്കാരവും ലഭിച്ചിരുന്നു. 1965 മലയാള സിനിമയിൽ അരങ്ങേറിയ അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം തെന്നിന്ത്യൻ ഭാഷയിലാകെ സംഗീത ആസ്വാദകരെ തഴുകി. പതിന്ന ഭാവത്തിലെ പാട്ടുകൾ കൊണ്ട് വിസ്മയിപ്പിക്കുമ്പോൾ പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയുന്ന പ്രകൃതം കൂടിയായിരുന്നു ജയചന്ദ്രന്റേത്. അന്തരിച്ച ഭാവഗായകൻ P. ജയചന്ദ്രന്റെ സംസ്കാരം ഇന്ന് നടന്നു. ഉച്ചകഴിഞ്ഞ് 3:30 ചേന്ദമംഗലത്തെ പാലീത്ത് തറവാട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. പൂങ്കുന്നത്തെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ 8 മണിയോടെ പറവൂരിലേക്ക് കൊണ്ടുപോയി. ഇരിങ്ങാലക്കുടയിൽ ജയചന്ദ്രൻ പഠിച്ച നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. തുടർന്നായിരുന്നു ഭൗതിക ശരീരം വഹിച്ച് പറവൂരിലേക്കുള്ള യാത്ര. മമ്മൂട്ടി, MG ശ്രീകുമാർ, സുജാത മോഹൻ തുടങ്ങി ചലച്ചിത്ര, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഗവർണറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ പ്രിയ ഗായകന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. 1 വർഷമായി അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ചയാണ് ജയചന്ദ്രനെ തൃശൂരിലെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബുധനാഴ്ച ആശുപത്രി വിട്ടിരുന്നെങ്കിലും വ്യാഴാഴ്ച സന്ധ്യയോടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രി 7:54 മരണം. കേരളത്തിലെ റോഡ് വികസനത്തിന് മുഖ്യമന്ത്രിയുടെ കത്ത് ലഭിച്ചാലുടൻ 20,000 കോടി രൂപ അനുവദിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കത്ത് നൽകാൻ മുഖ്യമന്ത്രിയോട് പറയാൻ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലിനോട് ഗഡ്കരി ആവശ്യപ്പെട്ടു. കേരളത്തിലെ റോഡ് വികസനത്തിന് പണം തടസ്സമല്ല. സംസ്ഥാനത്ത് റോഡപകടങ്ങൾ പെരുകാൻ കാരണം റോഡ് ഡിസൈനിങ്ങിലെ സങ്കീർണതയാണ്. ഹൈവേ വികസനം വേഗത്തിലാക്കാൻ റോഡ് നിർമ്മാണ സാമഗ്രികളുടെ GST സംസ്ഥാനം ഒഴിവാക്കണം. മണൽ ഉൾപ്പെടെ ആവശ്യത്തിന് ലഭ്യമാക്കണം. റോഡ് വികസനത്തിന് പണം നൽകാൻ മുഖ്യമന്ത്രിയുടെ കത്ത് കാത്തിരിക്കുകയാണെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു. GST ഒഴിവാക്കാൻ തീരുമാനിച്ചെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാള വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.